അടിച്ചു വിട്ടേക്കാം നേരെ. ഡിസ്കും അങ്ങനത്തെ ഗൈസ് നമ്മൾ ഏതോ പാർക്കിലാണ് കറങ്ങാൻ വന്നിരിക്കുന്നത്. പാർക്കിലോട്ട് പോവുകയാണ്. ഇത് പാർക്കല്ല, ഏതോ ഫോറസ്റ്റ് ഏരിയയാണ്. സിദ്ധാർത്ഥ ഈ സ്ഥലത്തിന്റെ പേരെന്താ? നിലമ്പൂർ. അപ്പൊ നമ്മള് അവിടെയാണ് വന്നേക്കണത്. തിരൂരാണ് നമ്മൾ വന്നത് കറങ്ങാൻ. നിലമ്പൂരിക്ക് വന്നു. അതാ അപ്പൊ ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണാന്ന് വിചാരിച്ച്. ഇവിടുന്ന് എങ്ങോട്ടാണ് അടുത്ത സ്പോട്ട്? ട്രിപ്പാണ്. അത് 6 പേര്. സത്യമല്ലേ? 6 പേരും കൂടെ ഉള്ള റൂംമേറ്റ്സ്. അതാ രാമൻ എന്തൊക്കെയോ പറഞ്ഞു. ഇതാ രാമൻ അതിലെ കട്ട് ചെയ്തേട്ടാ. അപ്പൊ നമ്മളിങ്ങനെ നടക്കുക. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം. കാരണം ഇത് ഫുള്ള് ലോങ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നാടും കൂടിയാണ്. അതെ അതെ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. കാരണം ഇത് കുറെ നടക്കാനുണ്ടേ. കണ്ടല്ലോ, ഇതാണ് ആ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തേക്കണം. അങ്ങനെ റൂമിലുള്ള 6 പേരും കൂടെ ഒരുമിച്ചുള്ള ഒരു ട്രിപ്പാണ്. തിരൂരാണെന്നേ ഉള്ളൂ. 2 ഇതെല്ലാം കിട്ടി. ഇതിൽ ആരെ രസം കാണാൻ ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് റൂമിൽ രണ്ടാമത് നിൽക്കണതിന്. അതാണ് കുറച്ചുകൂടി രസം കാണാൻ. യൂസ് ചെയ്യാൻ ഇതാ ഇവിടെ എല്ലാരും ടിക്കറ്റ് എടുത്തിരിക്കുന്ന തേരാപാര നടക്കുകയാണ് ഓരോരുത്തര്. അവ ഇങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്ക് ഗ്രാമം നടക്കണ്. അവര് യൂസ് മീ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ നടക്കുന്നു. ഫോട്ടോ എടുക്കണോ? ഓക്കെ, അവര് ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ കാണുക. ഇതൊക്കെ ഏതോ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഗോഡൻ കണക്കില് ഇതൊക്കെ ഉണ്ട്. സേഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇങ്ങനെ നടക്കാൻ കുറെ ഉണ്ട്. നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോവും. വെറൈറ്റി സ്ഥലമാണ്. അപ്പം എങ്ങനെ കാണാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒറ്റ മൈൻഡിൽ പെട്ടെന്ന് ഇറങ്ങിയ. 2 ദിവസം കോളേജ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇറങ്ങി വന്ന സ്ഥലമാണ് ഇത്. കണ്ട് പാർക്കിൽ പയ്യന്മാർ കളിക്കുന്നു. സീസോ, ഇത് സീസോ അല്ലേ? എന്താ പറ്റിയ? സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് പാർക്കിലെ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാണ്. DFO നിലമ്പൂർ. അവിടെ 3 കാട്ടു നോക്കിയാ പെറ്റി കൊടുക്കണമാർക്കൊക്കെ കണ്ടാ. കാര്യങ്ങൾ നോക്കണേ. ആ രാമ കമോൺ. ഇല്ലടാ, വ്ളോഗാണ് എടുക്കണത്, വീഡിയോ അല്ല. അങ്ങനെ ഇവിടുത്തെ പാർക്ക് ഇനി അങ്ങോട്ടാണ് ഇത്തിരി വൈബ് സ്ഥലം. ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ വാട്ടർഫോളിൻ്റെ നമ്മളവിടെ എത്തി. വാട്ടർഫോൾ വന്നപ്പോൾ വെയിലത്തായതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ഒരു ഒറ്റത്തുള്ളി വെള്ളം പോലും ഇല്ല. ഇതേതാണ് വാട്ടർഫോൾ രാമ? പറയൂ. ഇത് ആടിയൻ പാറ. ഇതാണ് ഗൈസ് ആടിയൻ പാറ വാട്ടർഫോൾസ് ആണ്. നമ്മളെ നിലമ്പൂർ തന്നെ. നമ്മള് മറ്റേ പ്ലോട്ടിൽ നിന്ന് മാറി ഇപ്പൊ ഇത് അടുത്ത സ്ഥലം പിടിച്ചു. ഫുള്ള് നമ്മള് ഇവിടെയാണ് വൈബാക്കാൻ പോകുന്നത്. വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ട് തോന്നുന്നുണ്ട്. അതാ നോക്കാം നമുക്ക്. ഇതാണ് സ്ഥലം, കാണാമോ? എന്തായാലും കുളിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. നമ്മള് എന്താണ് വൈബ് എന്ന് നോക്കിയിട്ട് വൈബാക്കിയിട്ട് വരാം. വാട്ടർഫോൾസ് കണ്ടോ. പക്ഷെ നമ്മൾ കുളിക്കാൻ പ്ലാൻ ഇട്ടേക്കുള്ള സ്ഥലം ഇത് കണ്ടോ. ഇവിടെ നല്ല വെള്ളമുണ്ട്. ഇവിടെ കുളിക്കാം. അവിടെയാണ് ഡ്രസ്സൊക്കെ മാറാനുള്ള ലൊക്കേഷൻ ഇല്ല, നിൽക്കുന്ന സ്ഥലം. അങ്ങനെ നീന്താൻ വേണ്ടി വന്ന സ്ഥലമാണ് കണ്ടോ. പറ എല്ലാം പറ. ഇതാണ് നീന്താൻ വന്ന സ്ഥലം കണ്ടോ. മണ്ടയിൽ പോലീസുണ്ട്. വെള്ളം നീന്തിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കണം. നമ്മുടെ നീന്തിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. നമ്മൾ അടുത്ത സ്പോട്ട് കക്കാടം പോയി. ഇനി അതാണ് അടുത്ത സ്പോട്ട് നമ്മളാ. യെസ് എല്ലാവരും വന്നു. 6 പേരും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ കുരിശുമല പോകാൻ പോവുകയാണ്. അവിടെ നല്ല ദൂരമുണ്ട്. ഒരു 3 കിലോമീറ്റർ നടന്ന് പിന്നെ അവിടെ നിന്ന് ടോട്ടൽ 4 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പം നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ജീപ്പൊക്കെ പോകുള്ളൂ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 4 കിലോമീറ്റർ ഇട്ടിട്ട് സ്പീഡിൽ നടക്കാനുള്ള പരിപാടിയാണ്. നടക്കട്ട് ഞാൻ ഇനി നടന്ന് അവിടെ എത്തിയിട്ട് വരാം. കുറച്ച് നടക്കാനുണ്ടേ. നമ്മൾ നടന്ന് കുറേ ഉണ്ട്. മലേൻ്റെ ടോപ്പത്തെന്താ
അവിടെ ഒരു മലയുണ്ടോ, അങ്ങ് എത്തണം. നടക്കുകയാണ്. കയറി കയറി നമ്മൾ എത്താറായി. ഇനി കുറച്ചും കൂടെ ഉണ്ട് എത്താൻ. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മലേൻ്റെ മണ്ടയിൽ. അതിഗംഭീരമായി നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. നടന്ന് നടന്ന് തളർന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിഗംഭീരമായി പോവാലോ. ഇതാണ് മല, അത് വേറെ മല. എല്ലാവരും അങ്ങനെ അതിഗംഭീരമായി കയറി തളർന്ന് ചത്ത് ഗൈസ്. എല്ലാരും തളർന്ന്. അത് കണ്ടാലേ അറിയാം. അതാ നീ എല്ലാം തളർന്ന അയ്യോ വേണ്ടെന്ന് പറഞ്ഞ. അതെ അതെ, നമ്മളങ്ങനെ എത്തി അതിഗംഭീരമായി. പക്ഷെ ഞാൻ തളർന്ന് നല്ലതായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാൻ നല്ല നല്ല കിടിലം കാണാൻ തോന്നുന്നത്. ഇത് കുരിശുമലയല്ലേ? കുരിശുമലയല്ലേ? യാ അത് തന്നെ. അങ്ങനെ കുരിശുമലയിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. എക്സ്പീരിയൻസ് ഗുഡ്. പക്ഷെ നമ്മൾ ഇത്തിരി ലേറ്റായി പോയി. രാത്രിയാണ് എത്തിയത്. കൊള്ളായിരുന്നു, നല്ല വ്യൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ കൊള്ളായിരുന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ അപ്പോൾ തിരൂരൊക്കെ വന്നു കറങ്ങി എല്ലാ സ്ഥലത്തും മാക്സിമം സ്ഥലത്ത് വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ പോകുന്നു. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിട്ട് ഇറങ്ങി എല്ലാരും വീട്ടിലോട്ട്. അപ്പാണ് നമ്മളെ റൈഡറിനെ കണ്ടത്. റൈഡർ വേറെ വല്ല സിദ്ധാർത്ഥ് ഓട്ടോ റൈഡർ സിദ്ധാർത്ഥ് എല്ലാരും ഓട്ടോയിലാണ്.